ഹലോ, ഷൈജനും നിഷയുമാണ് മുംബൈയിൽ നിന്ന്. മുംബൈ അൺകവേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൗത്ത് മുംബൈയിലെ ഹുതാത്മ ചൗക്ക് എന്നറിയപ്പെടുന്ന രക്തസാക്ഷി ചതുരത്തെ കുറിച്ചാണ്. ഈ ഒരു സ്മാരകം മുംബൈയിൽ വന്നിട്ടുള്ള ഭൂരിഭാഗം ആളുകളും കണ്ടിരിക്കാമെങ്കിലും ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് അധികം ആർക്കും അറിയുമെന്ന് തോന്നുന്നില്ല. CST റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗേറ്റ് വേയിലേക്ക് പോകുന്ന വഴിയാണ് ഫ്ലോറ ഫൗണ്ടൻ എന്നറിയപ്പെട്ടിരുന്ന ഈ ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ഹുതാത്മ ചൗക്ക് എന്ന വാക്ക് വരുന്നത് മറാത്തി ഭാഷയിൽ നിന്നാണ്. രക്തസാക്ഷി ചതുരം എന്നാണ് ഇതിന്റെ അർത്ഥം. 1956 പുനഃസംഘടനയ്ക്ക് ശേഷമാണ് ബോംബെ നഗരം ഗുജറാത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് ഗുജറാത്തിലും ബോംബെ മഹാരാഷ്ട്രക്കാർക്ക് അവകാശപ്പെട്ടതാണെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്രയും സമരം ആരംഭിക്കുന്നത്. ഗുജറാത്തിൽ ചേർക്കുന്നില്ലെങ്കിൽ മുംബൈയെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്തുക എന്നതാണ് ഗുജറാത്തിൽ നിന്നുള്ളവരുടെ ആവശ്യം. മൊറാർജി ദേശായി ഗുജറാത്തിന് അനുകൂലമായി നിലപാടെടുത്തു. ഇതിനെതിരെ സംയുക്ത മഹാരാഷ്ട്ര സമിതി നടത്തിയ ഒട്ടേറെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് 1960 മെയ് 1 മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നത്. മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി പ്രക്ഷോഭം നടത്തിയ സംയുക്ത മഹാരാഷ്ട്ര സമിതി സമരക്കാർക്ക് നേരെ മൊറാർജി ദേശായിയുടെ ബോംബെ സംസ്ഥാന സർക്കാർ വെടിവെപ്പ് നടത്തിയപ്പോൾ കുട്ടികളും സ്ത്രീകളും അടക്കം രക്തസാക്ഷികളായത് 105 പേരാണ്. 1960 മെയ് 1 മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായതിന്റെ പിന്നിലെ ഒരു കാരണവും ഇതാണ്. സംയുക്ത മഹാരാഷ്ട്ര സമിതിക്കാർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെട്ട 105 പേരുടെയും പേരുകൾ ഈ സ്മാരകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 1961 ഫ്ലോറ ഫൗണ്ടൻ എന്നറിയപ്പെട്ടിരുന്ന ഈ ചതുരത്തിൽ മാർട്ടിയർ വിത്ത് എ ഫ്ലെയിം എന്ന പേരിൽ ജ്വാലയേന്തിയ 2 രക്തസാക്ഷികളുടെ പ്രതിമ സ്ഥാപിക്കുന്നത്. സോവിയറ്റ് മാതൃകയിൽ നിർമ്മിച്ച ഈ പ്രതിമ പിന്നീട് പല വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് 65 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അന്ന് ബോംബെ മുഖ്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി അടിച്ചമർത്തിയപ്പോൾ മഹാരാഷ്ട്ര മണ്ണിന്റെ മക്കൾക്ക് പൊലിഞ്ഞത് 105 ജീവനുകളാണ്. അവരുടെ വീരമരണം സ്മരിക്കുന്ന ഹുതാത്മ ചൗക്കിലെ സ്തൂപത്തിന് താഴെ പോയിരിക്കുമ്പോൾ അനുഭവിക്കുന്നതും ആ രക്തസാക്ഷികളുടെ വീരോജ്വല പോരാട്ടത്തിന്റെ സ്മരണകളാണ്. മുംബൈയിലെ ഹുതാത്മ ചൗക്കിന്റെ ചരിത്രങ്ങളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുംബൈ അൺകവേർഡിന്റെ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.